ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ജീനിയസ്, ഒരു ദ്രോഹം, ഒരു പബ്ലിക് അപമാനം, 3 വർഷത്തെ ചലഞ്ച്. ഇതൊരു സിമ്പിൾ റിവെഞ്ച് കഥയല്ല. സിയാവോ യാൻ എന്ന ജീനിയസിൻ്റെ ഫോൾ ആൻഡ് എപ്പിക് റൈസ് നമുക്ക് കാണാം. കഥ തുടങ്ങുന്നത് ഒരു പാസ്റ്റിൽ നിന്നാണ്. ലെജൻഡറി ആൽക്കെമിസ്റ്റ് യാവോ ചെൻ ഒരു സമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആൽക്കെമിസ്റ്റായിരുന്നു. അവനൊരു ശിഷ്യനുണ്ടായിരുന്നു, ഹാങ് ഫാൻ. യാവോ ചെൻ അവനെ വിശ്വസിച്ചു. അവൻ തൻ്റെ അറിവും ടെക്നിക്സും ആൽക്കമിയും എല്ലാം ശിഷ്യനെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ അത്യാഗ്രഹം മനുഷ്യനെ മാറ്റും. ഹാങ് ഫാൻ തൻ്റെ ഗുരുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു. യാവോ ചെന്നിന് ശരീരം നഷ്ടപ്പെടുന്നു, പക്ഷേ മരിക്കുന്നില്ല. അവൻ തൻ്റെ ആത്മാവിനെ ഒരു റിങ്ങിൽ സീൽ ചെയ്തു. ആ റിങ് വർഷങ്ങൾക്കു ശേഷം സിയാവോ ക്ലാനിൽ എത്തിച്ചേരും. സിയാവോ ക്ലാനിൽ ഒരു ജീനിയസ് ഉണ്ടായിരുന്നു, സിയാവോ യാൻ. 11 വയസ്സിൽ തന്നെ ഡോസു ലെവൽ എത്തിയിരുന്നു. ക്ലാൻ മുഴുവൻ പറഞ്ഞിരുന്നു ഇവൻ നമ്മുടെ ഹീറോ ആണെന്ന്. അവൻ്റെ അച്ഛൻ സിയാവോ സാൻ അവനെ കണ്ടപ്പോൾ അഭിമാനത്തോടെ നിന്നു. പക്ഷേ ഒരു ദിവസം മുതൽ അവൻ്റെ ഡോക്കി കുറഞ്ഞു തുടങ്ങി. 1 വർഷം, 2 വർഷം, ഓരോ വർഷം കഴിയുമ്പോഴും ഡോക്കി കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവൻ ജീനിയസ് അല്ല, വേസ്റ്റാണ്. എൽഡേഴ്സ് അവനെ പുച്ഛിക്കാൻ തുടങ്ങി. മാനസിക വേദന അവനെ അകത്തുനിന്ന് തളർത്തി. ആ ടൈമിലും അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഗു സൺ എർ ഉണ്ടായിരുന്നു. അവൾ സിയാവോ ക്ലാനിലാണ് വളർന്നത്. അവൾക്ക് സിയാവോ യാനോട് ചെറുതായിട്ടൊരു ക്രഷുണ്ട്. ക്ലാനിൻ്റെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ തുടങ്ങി. കാരണം സിയാവോ യാന് പവറില്ല. അവനിത് മനസ്സിലാക്കി. അവൻ പരിശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും എന്താണ് അവന് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. ഒരു ദിവസം യുൻലാൻഡ് സെക്റ്റിൽ നിന്നും വരവുണ്ടായി. നലൻ യെൻറ ആണ് വന്നത്. അവൾ സിയാവോയാൻ്റെ ഫിനാൻസി ആയിരുന്നു. പക്ഷേ അവൾ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനല്ല. അവൾ പറഞ്ഞു, ഈ എൻഗേജ്മെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ക്ലാൻ മൊത്തം ഷോക്ക്. യുലാൻഡ് സെക്ട് റെപ്രസെൻറ്റേറ്റീവ്സ് അറഗൻസ് കാണിക്കുന്നു. ചില എൽഡേഴ്സ് ഭയപ്പെടുന്നു. യുൻലാൻഡ് സെക്ട് പവർഫുള്ളാണ്. ചില എൽഡേഴ്സ് സിയാവോ യാനെ ബ്ലെയിം ചെയ്യുന്നു. പബ്ലിക്കായി അവനെ ഇൻസൾട്ട് ചെയ്യുന്നു. ആ നിമിഷം സിയാവോ യാൻ മാനസികമായി തളരുന്നു. അവൻ ഡൈവോഴ്സ് ഡോക്യുമെൻ്റ് സ്വീകരിക്കുന്നു. പക്ഷേ സറണ്ടർ ചെയ്യുന്നതല്ല. അവൻ പറയുന്നു, 3 വർഷം, 3 വർഷത്തിന് ശേഷം ഞാൻ യുൻലാൻഡ് സെക്റ്റിൽ വരും. ഇതാണ് ലെജൻഡറി 3-year എഗ്രിമെൻറ്റ്. ഇത് റിവെഞ്ച് അല്ല, ഇത് സെൽഫ് റെസ്പെക്റ്റ് റീക്ലെയിം ചെയ്യാനുള്ള ഓത്ത് ആണ്. ഇതൊരു മാരേജ് എഗ്രിമെൻ്റ് അല്ല, ഇതൊരു ചലഞ്ച് എഗ്രിമെൻ്റ് ആണ്. 3 വർഷത്തിന് ശേഷം ഇവർ ഫൈറ്റ് ചെയ്യും. റിവെഞ്ചിനല്ല, സെൽഫ് റെസ്പെക്റ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. സിയാവോ യാൻ ജയിച്ചാൽ ഹ്യൂമിലിയേഷൻ ക്ലിയർ ആവും. തോറ്റു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഫെയ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് 3-year എഗ്രിമെൻറ്റ്. അപമാനത്തിനു ശേഷം സിയാവോ യാൻ തൻ്റെ അമ്മയുടെ റിങ് ശ്രദ്ധിക്കുന്നു. അച്ഛൻ തന്ന ഒരു സിമ്പിൾ ഓർണമെൻ്റ് അല്ല അത്. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു, യാവോ ചെൻ. അവൻ സത്യം പറയുന്നു, നിൻ്റെ ഡോക്കി ഇത്രയും നാൾ ഞാനാണ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിയാവോ യാൻ ഷോക്കാകുന്നു. യാവോ ചെൻ സിയാവോ യാന് ഒരു ഓഫർ കൊടുക്കുന്നു, ഞാൻ നിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടിവേറ്റർ ആക്കാം. ഇത് കേട്ടപ്പോൾ സിയാവോ യാന് സന്തോഷമായി. അവൻ യാവോ ചെന്നെ തൻ്റെ മാസ്റ്ററായി പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം അവൻ്റെ ക്ലാനിലുള്ളവർ തന്നെ അവനെ പരിഹസിക്കുന്നു, അവൻ വേസ്റ്റാണെന്ന് പറഞ്ഞ്. പക്ഷേ
ഗു സൺ എർ അവന് വേണ്ടി നിൽക്കുന്നു. അവനെ പരിഹസിച്ചവരെ പോലും അവനൊന്നും ചെയ്യാനായില്ല. അവൻ അത്രയ്ക്ക് പവർലെസ് ആയിരുന്നു. പിന്നീട് യാവോച്ചിനെ കാണുമ്പോൾ അവൻ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം തൻ്റെ മാസ്റ്ററിനോട് പറയുന്നു. യാവോച്ചൻ പറഞ്ഞു, നിന്നെ ഞാൻ പവർഫുൾ ആക്കാം, ആൽക്കമി എല്ലാം പഠിപ്പിച്ചു തരാം, പക്ഷേ നീ എൻ്റെ വാക്ക് മാത്രം കേൾക്കണം. ആ ഡീൽ അങ്ങനെ സിയാവോയാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സിയാവോയാൻ്റെ പവർ കൂട്ടാനുള്ള ട്രെയിനിങ് ആരംഭിച്ചു. അവൻ്റെ തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ് കണ്ട് സണ്ണർ അവനെ സഹായിക്കുന്നു, അവന് സപ്പോർട്ട് നൽകുന്നു. പതുക്കെ പതുക്കെ സിയാവോയാൻ തൻ്റെ ശക്തി വീണ്ടെടുക്കാൻ തുടങ്ങുന്നു. സിയാവോയാനെ നേരത്തെ പരിഹസിച്ചവർ അവരുടെ മാസ്റ്ററിൻ്റെ മുന്നിൽ അവനെ കാണിച്ചു കൊടുക്കുന്നു. അവനെ വീണ്ടും പരിഹസിക്കുന്നു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു സിയാവോയാൻ ഇപ്പോൾ എത്ര പവർഫുൾ ആണെന്ന്. അവരുടെ മാസ്റ്റർ സിയാവോയാനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിയാവോയാൻ മാസ്റ്ററിനെയും തോൽപ്പിച്ചു. തനിക്കുണ്ടായ ഹ്യൂമിലിയേഷൻ കാരണം സിയാവോയാനെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവർ തിരിച്ചുപോയി. സിയാവോയാൻ അറിയാമായിരുന്നു ഇതുപോലെയുള്ളവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തനിക്ക് ആപത്ത് വരുമെന്ന്. അതുകൊണ്ട് അന്ന് രാത്രി സിയാവോയാൻ തന്നെ ഭീഷണിപ്പെടുത്തിയ മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെ തന്നെക്കാൾ മുമ്പ് വേറൊരാൾ അവിടെ എത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സൺ എർ ആണ്. തൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ ശ്രമിച്ച ആളെ അവൾ ഇല്ലാതാക്കുന്നു. സൺ എറിൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേകതയുണ്ട്. അവളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, പക്ഷേ അവൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് KGF പറയില്ലേ, പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. അതുപോലത്തെ ഒരു പവർഫുൾ പ്ലേസിൽ നിന്നാണ് അവൾ വരുന്നത്. സിയാവോയാൻ വേഷം മാറിയാണ് അങ്ങോട്ട് ചെന്നത്. അതുകൊണ്ട് അവൾക്ക് അവനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ ഒരു ത്രെറ്റ് അല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ അവനെ വെറുതെ വിടുന്നു. അവൾ പോയതിനു ശേഷം യാവോച്ചാൻ വരുന്നു. യാവോച്ചാൻ സിയാവോയാനെ വാണിംഗ് കൊടുക്കുന്നു, അവളെ ഒരിക്കലും ശത്രുവാക്കാൻ പാടില്ല. ടൗണിൽ 3 മെയിൻ പവേഴ്സ് ഉണ്ട്: സിയാവോ ക്ലാൻ, ജിയാലി ക്ലാൻ, ആവോബ ക്ലാൻ. ഇതിൽ സിയാവോ ക്ലാനും ജിയാലി ക്ലാനും ആണ് ബിഗസ്റ്റ് റൈവൽസ്. ജിയാലി ക്ലാനിൽ ഡിസ്കഷൻ നടക്കുന്നു, ടെൻഷൻ കൂടുന്നു, വാർ പോസിബിളാണ്. ക്ലാൻ പൊളിറ്റിക്സ് ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. സിയാവോയാൻ ട്രെയിനിങ് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ നടത്തുന്നു. യാവോച്ചൻ ആണെങ്കിൽ സ്ട്രിക്റ്റ് മോഡിൽ. മോർണിംഗ് എൻഡുറൻസ് ട്രെയിനിങ്, ഫോറസ്റ്റ് സർവൈവൽ, പ്യൂർ സർക്കുലേഷൻ റിഫൈൻമെൻറ്റ്, അങ്ങനെ പലതരം ട്രെയിനിങ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിയാലി ക്ലാൻ സഡൻ അറ്റാക്ക് ചെയ്യുന്നു സിയാവോ ക്ലാനിൽ. സിയാവോ സാൻ ബാറ്റിൽ ഫീൽഡിൽ ഫൈറ്റ് ചെയ്യുന്നു. ക്ലാൻ മെമ്പേഴ്സ് ഡേഞ്ചറിലാകുന്നു. സിയാവോ സാൻ ആകട്ടെ ട്രെയിനിങ്ങിലാണ്. അവൻ ബ്രേക്ക് ത്രൂ കിട്ടിക്കഴിഞ്ഞു, പക്ഷേ പവർ സ്റ്റേബിൾ അല്ല, കൺട്രോൾ കംപ്ലീറ്റുമല്ല. അറ്റാക്കിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ സിയാവോയാൻ ഇമ്മീഡിയറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പോകാൻ റെഡിയാകുന്നു. പക്ഷേ അവൻ്റെ മാസ്റ്റർ അവനെ തടയുന്നു. നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്താൽ നിൻ്റെ ഫൗണ്ടേഷൻ അൺസ്റ്റേബിൾ ആവും, നിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിനെ ബാധിക്കും. പക്ഷേ അവൻ മാസ്റ്ററിൻ്റെ വാക്കുകൾ കേട്ടില്ല. അവൻ മോതിരം താഴെ വച്ചിട്ട് ക്ലാൻ മെമ്പേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി പോയി. യാവോച്ചൻ വിചാരിച്ചു സിയാവോയാനും തൻ്റെ പഴയ ശിഷ്യനെ പോലെ തന്നെയാണെന്ന്. സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നയാൾ. കറണ്ട് സ്റ്റേറ്റിൽ സിയാവോയാൻ പവർഫുൾ ആയിരുന്നില്ല.
യാവോ ചാൻ ആണെങ്കിൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ മകനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, പക്ഷേ മകൻ അച്ഛനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നു. ഇത് കണ്ടപ്പോൾ സിയാവോ യാൻ തൻ്റെ പഴയ ശിഷ്യനെ പോലെയല്ല എന്ന് യാവോ ചാന് മനസ്സിലാകുന്നു. യാവോ ചാൻ തൻ്റെ ശക്തി സിയാവോ യാന് കൊടുക്കുന്നു. സിയാവോ യാൻ്റെ സ്ട്രെങ്ത് ഇരട്ടിയായി കൂടുന്നു. സിയാവോ യാൻ പവർഫുള്ളായി തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ജീലി ക്ലാനിനെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ നിന്നാണ് ഒരു പുതിയ സിയാവോ യാൻ ജനിക്കുന്നത്. മുൻപേ ഹ്യൂമിലേഷൻ അനുഭവിച്ച ഒരു പയ്യൻ ഇപ്പോൾ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നു. മാസ്റ്ററുടെ ശക്തി ഉണ്ടായാലും ഡിസിഷൻ അവൻ്റെ തന്നെയായിരുന്നു. 2 സ്ക്രോൾ ചൂസ് ചെയ്യാൻ പറയുന്നു. ഷോർട്ട് ടേം പവറല്ല, ലോങ് ടേം ഡെസ്റ്റിനിയാണ് അവൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ബിഗിനിങ് മാത്രമാണ്. റിയൽ കൾട്ടിവേഷൻ, റിയൽ എനിമീസ്, റിയൽ റിവെഞ്ച് ഇനിയാണ് സ്റ്റാർട്ടാകുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണും ഈ സ്ക്രോളിൻ്റെ റിയൽ പവർ എന്താണെന്ന്, സിയാവോ യാൻ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രോങ്ങർ ആകുന്നുവെന്ന്. നിങ്ങൾക്ക് ഈ ബ്രേക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. BTTH ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ മിസ് ചെയ്യരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.